ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും 8K കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പ്രവാസികളായ കൂട്ടുകാർക്ക് എങ്ങനെ പ്രവാസി വെൽഫെയർ ബോർഡിനുള്ളിൽ ഒരു പുതിയ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിനുള്ളിൽ പ്രവേശിക്കാവുന്നതാണ്. ആദ്യം വെബ്സൈറ്റിനുള്ളിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ താഴെയായി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യാം. തുടർന്ന് ഇങ്ങനെ ഒരു പേജായിരിക്കും വരുന്നത്. 2 ലിങ്കും നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ ആദ്യത്തെ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ, എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ, ലോഗിൻ, ക്വിക്ക് പേയ്മെന്റ്, അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരുന്നതാണ്. അവ നമുക്ക് വായിച്ചു നോക്കിയതിനു ശേഷം എഗ്രി ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്മിറ്റ് പ്രസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. ശേഷം വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് മൊബൈലിലേക്ക് വരുന്ന വെരിഫിക്കേഷൻ കോഡ് നമുക്കിവിടെ എൻ്റർ ചെയ്യാം. ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ശേഷം ആർ യു ഷുവർ ടു കണ്ടിന്യൂ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ ഓക്കെ കൊടുക്കാം. തുടർന്ന് ഇവിടെ പാസ്വേഡ്, താഴെ കൺഫേം പാസ്വേഡ്, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, ശേഷം ആപ്ലിക്കൻ്റ് നെയിം കൊടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ശേഷം വീണ്ടും ഹോം പേജിലേക്ക് വരിക. അവിടെ ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ശേഷം അവിടെ പാസ്വേഡ് നൽകാം. തുടർന്ന് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. തുടർന്ന് ലോഗിൻ കൊടുക്കാം. ശേഷം ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ പ്രവാസി കാറ്റഗറി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യാം. അവിടെ 3 ഓപ്ഷൻസ് കാണാം. 1A, 1B, 2A. അതിൽ 1A നമുക്ക് വിദേശത്ത് ഉള്ളവർക്ക് വേണ്ടി ക്ലിക്ക് ചെയ്യുക. ശേഷം 1B ആണെങ്കിൽ നമ്മൾ വിദേശത്ത് നിന്നും നാട്ടിൽ എത്തിയവരാണെങ്കിൽ 1B സെലക്ട് ചെയ്യാം. ശേഷം നമ്മൾ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലുമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2A സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 1A ആണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം ഐഡന്റിറ്റി ടൈപ്പ് നമുക്ക് പാസ്പോർട്ട് സെലക്ട് ചെയ്യാം. തുടർന്ന് താഴെയായി പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ്, അതിനുശേഷം പാസ്പോർട്ടിന്റെ അഡ്രസ് പേജ്, ശേഷം വിസയുടെ പേജും നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് താഴെയായി അതർ ID ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ആധാർ, വോട്ടർ ID, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ആധാർ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് റൈറ്റ് സൈഡിലായി നമുക്ക് ആധാർ നമ്പർ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിന് താഴെയായി നമുക്ക് ഫോട്ടോയും നമ്മുടെ സൈനും ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. റൈറ്റ് സൈഡിൽ ആപ്ലിക്കൻ്റ് നെയിം ടൈപ്പ് ചെയ്യുക. തുടർന്ന് പിതാവിൻ്റെ പേര് ടൈപ്പ് ചെയ്യാം. തുടർന്ന് നമ്മുടെ ജെൻഡർ ടൈപ്പ് ചെയ്യാം. ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ മെരിറ്റൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ള കൊടുക്കാം. അതിനുശേഷം റിലീജിയൻ സെലക്ട് ചെയ്യാം. തുടർന്ന് നമ്മുടെ ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെയായി ശ്രദ്ധിക്കേണ്ടത് ഡു യു ഹാവ് എ വാലിഡ് ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂഡ് ഫ്രം നോർക്ക. അതായത് നോർക്ക റൂട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൂട്ടുകാർ അവരുടെ നോർക്ക ID താഴെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. നോർക്ക ID ഇല്ലാത്തവർ നോ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി വരുന്നത് അഡ്രസ് ഡീറ്റെയിൽ ആണ്. അവിടെ നമുക്ക് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യാം. തുടർന്ന് നമ്മുടെ താലൂക്ക്, തുടർന്ന് വില്ലേജ് സെലക്ട് ചെയ്യാം. ശേഷം ആധാർ നമ്പർ. റൈറ്റ് സൈഡിലായി നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്യാം. അതിന് തൊട്ട് താഴെയായി നമ്മുടെ പിൻകോഡ് ടൈപ്പ് ചെയ്യാം. നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എങ്കിൽ നമുക്കവിടെ സെയിം ആസ് എബോവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം.
തുടർന്ന് ഏറ്റവും അടിയിലായി നമ്മുടെ പിൻകോഡും എൻ്റർ ചെയ്യാവുന്നതാണ്. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്നത് നമ്മുടെ വർക്ക് ഡീറ്റെയിൽസ് ആണ്. അവിടെ കറന്റ്ലി വർക്കിംഗ് കൺട്രി എന്നുണ്ടാവും. അവിടെ നമ്മുടെ ജോലി ചെയ്യുന്ന രാജ്യം സെലക്ട് ചെയ്യാം. റൈറ്റ് സൈഡിലായി നമ്മൾ എന്താണ് ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. തുടർന്ന് നമ്മുടെ വിസ നമ്പർ എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വിസ ഡേറ്റ് എൻ്റർ ചെയ്യണം. തുടർന്ന് വിസ ഇഷ്യൂ ചെയ്തിരിക്കുന്ന കൺട്രിയുടെ പേര് നമ്മൾ എൻ്റർ ചെയ്യുക. തുടർന്ന് നമ്മുടെ ഫോറിൻ അഡ്രസ്സ് ഇവിടെ ബോക്സിനുള്ളിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് തൊട്ടടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. അവിടെ നോമിനി ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അവിടെ നമുക്ക് നോമിനി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളവരുടെ പേരുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, റിലേഷൻഷിപ്പ് ടൈപ്പ് ചെയ്യുക. ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി ഫൈനൽ ഡാറ്റ സേവ് എന്നുള്ളൊരു പേജ് ആയിരിക്കും വരിക. അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്തത് സ്റ്റാറ്റസ് കംപ്ലീറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പേയ്മെൻറ്റ് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. നമുക്ക് ഫോൺ പേ വഴിയോ ഗൂഗിൾ പേ വഴിയോ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതോടുകൂടി നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. ശേഷം രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് നമുക്കിവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ നമ്പറും ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്